നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലെ വേങ്ങര എന്ന പ്ലേസിലാണ്. 2024 നീറ്റ് എക്സാമിന് ഉന്നത വിജയം കരസ്ഥമാക്കിയ ഫാഹിമയാണ് ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത്. ബാക്കി വിശേഷങ്ങൾ നമുക്ക് ഫാഹിമയോട് ചോദിച്ചറിയാം. ഈ നീറ്റ് എക്സാമിന്റെ റിസൾട്ട് വന്നപ്പോൾ മോൾക്ക് എന്താണ് തോന്നിയത്? ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു. ദൈവത്തിനോട് ആയിരം ആയിരം നന്ദി പറയാം. കാരണം നമ്മളെ കഷ്ടപ്പാടിന് ലാസ്റ്റ് ഫൈനലി ഒരു റിസൾട്ട് കിട്ടിയല്ലോ. ഈ 700 എബോവ് മാർക്ക് മോള് പ്രതീക്ഷിച്ചിരുന്നു. 700 അപ്പോൾ ഞാൻ നീറ്റ് അവിടെ ബ്രില്യൻറ്റിൽ എക്സാം എഴുതുമ്പോൾ എൻ്റെ സ്കോർ 680 മുകളിൽ വരാറുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ എനിക്ക് കിട്ടിയത് 715 എങ്ങാണ്ടാണ്. അത് അപ്പോൾ ഞാൻ 700 ചിലപ്പോൾ ഒരു തവണ എങ്ങാണ്ട് ഞാൻ 700 മുകളിൽ ബ്രില്യൻറ്റിൽ കയറിയിട്ടുള്ളൂ. ഇവിടെ എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു 680 പ്ലസ് ഹാളിൽ നിന്ന് ഇറങ്ങിയപ്പോൾ വിചാരിച്ചു. ഇവിടെ വന്ന് കീ ചെക്ക് ചെയ്തപ്പോൾ 700 മുകളിലുണ്ടായിരുന്നു. പിന്നെ ഈ ഭയങ്കര എല്ലാവർക്കും നല്ല മാർക്ക് ഉണ്ടായിരുന്നുണ്ട് ഇക്കൊല്ലം. ഇൻഫ്ലേഷൻ ഒക്കെ കാരണം. അപ്പോൾ റാങ്ക് സാധാരണത്തേനേക്കാളും കുറച്ചും കൂടി കുറവായിരുന്നു. പക്ഷെ എനിക്ക് എന്തായാലും നല്ലൊരു കോളേജ് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. മോളുടെ സ്കൂൾ പഠനമൊക്കെ എവിടെയായിരുന്നു? ഞാൻ 8th മുതൽ +2 വരെ PKM പഠിച്ചത്, കോട്ടക്കല്. പിന്നെ അത് കഴിഞ്ഞിട്ട് റിപ്പീറ്റ് ചെയ്തത് വേറെ ഒരു സെന്ററിലാണ്, തൃശ്ശൂർ വെച്ചിട്ടുള്ള. റിപ്പീറ്റ് ചെയ്തതാണ് ബ്രില്യൻറ്റിൽ. മോളുടെ ബ്രില്യൻറ്റിലെ എക്സ്പീരിയൻസ് ഞങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാമോ? ഞാൻ ആദ്യം ഇവിടെ വന്നപ്പോൾ എല്ലാവർക്കും നല്ല മാർക്കുള്ള ഒരു സെൻറ്റർ, അപ്പോൾ അവിടെ ഞാൻ പിടിച്ചു നിൽക്കുമെന്ന് പേടിയുണ്ടായിരുന്നു. പിന്നെ ഇവിടെ വന്ന് മാർക്കൊക്കെ കയറി തുടങ്ങി, അപ്പോൾ ഭയങ്കര കോൺഫിഡൻസ് ആയി. അതുപോലെ ഞാൻ S20 പഠിച്ചത്. അത് എല്ലാവരും നല്ല നല്ല കുട്ടികളായിരുന്നു. അതുപോലെ ക്ലാസ് ടീച്ചർ പ്രത്യേകിച്ച് എടുത്ത് പറയണം, മെറിൻ മിസ് ഭയങ്കര സപ്പോർട്ടായിരുന്നു മിസ്. അതേപോലെ ഞങ്ങളെ ഹോസ്റ്റൽ വൈറ്റ് ഹൗസ് ഗ്രാൻഡിൽ ഞാൻ പഠിച്ചത്, ജോർജ് സാറിൻ്റെ ഹോസ്റ്റൽ. സാർ ഇടയ്ക്കിടയ്ക്ക് വരും, ഓരോ മാസം വന്നിട്ട് ഫുള്ള് ആ 1 മണിക്കൂർ ഞങ്ങളെടുത്ത് എൻ്റർടൈൻ ചെയ്തിട്ട് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് സാറ് വരുമ്പോൾ. മോട്ടിവേറ്റ് ചെയ്തിട്ട് നമ്മൾ ഭയങ്കര സ്ട്രെസ്സായിട്ട് നിൽക്കുമ്പോൾ ആ ടെൻഷനൊന്നും വേണ്ട, നിങ്ങൾക്ക് ഇത് കൂളായിട്ട് എടുത്തുകൂടെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് ജോർജ് സാർ അങ്ങനെയാണല്ലോ. ഞങ്ങളെ വാർഡൻ മിന്നു മിസ് ഫസ്റ്റായിട്ട്, മിസ് അത്ര എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്ത മിസ്സായിരുന്നു. അവിടെ ഫസ്റ്റായിട്ട് വന്നതാണ്. പക്ഷെ മിസ് ഭയങ്കര സപ്പോർട്ടായിരുന്നു. രാത്രി എന്നും വന്നിട്ട് ഞങ്ങളെ ക്ലാസ്സിലെ കാര്യങ്ങൾ, എക്സാമിൻ്റെ മാർക്ക് ഒക്കെ ചോദിക്കും, എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരും. നല്ലൊരു മിസ്സായിരുന്നു. അതുപോലെ ഫുഡ് സൂപ്പർ ഫുഡാണ്. 3-4 ദിവസം ചിക്കനൊക്കെ ഉണ്ടായിരുന്നു നമുക്ക്. ഐസ്ക്രീം ഒക്കെ അതുപോലെ തന്നെ. നമ്മുടെ ബ്രില്യൻറ്റ് ക്യാമ്പസിനെ കുറിച്ചൊന്ന് പറയാമോ? ഞാൻ അധികം ഞങ്ങളെ ഹോസ്റ്റലത്തെ ലൈബ്രറിയൊക്കെ ഞാൻ യൂട്ടിലൈസ് ചെയ്തിരുന്നത്. ഞങ്ങളുടെ ഹോസ്റ്റലിൽ തന്നെ ലൈബ്രറി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അവിടെ ഗ്രൗണ്ട് ഫ്ലോറിൽ പഠിക്കാനുള്ള സൗകര്യമുണ്ട്. ഞാൻ അധികം ബ്രില്യൻറ്റിൻ്റെ ക്യാമ്പസ് അധികം എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. കാരണം ഞങ്ങൾക്ക് അവിടുന്ന് ബസ് 10 മിനിറ്റ് ദൂരമുണ്ട് സെൻറ്ററിൽ നിന്ന് ഹോസ്റ്റലിലേക്ക്. അപ്പോൾ എപ്പോഴും സെൻറ്റർ കഴിഞ്ഞാൽ ഞാൻ ആ ഹോസ്റ്റലിൽ വരും, പിന്നെ പഠിക്കും. ആ ഒരു ഇതിലായിരുന്നു. ബ്രില്യൻറ്റ് ക്യാമ്പസ് ഞാൻ റെഫറൻസ് അധികം യൂട്ടിലൈസ് ചെയ്തിട്ടില്ല. എനിക്ക് റെഫറൻസിനെക്കാളും ഇഷ്ടം ഹോസ്റ്റലിൽ ഇരുന്ന് പഠിക്കണത് തന്നെയായിരുന്നു. അത് ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. അപ്പൊ MBBS എന്നുള്ള ഒരു ലക്ഷ്യം അത് മോക്ക് ഇങ്ങനെ സ്വന്തമായിട്ട് മൈൻഡിൽ ഉണ്ടായിരുന്നതാണോ, അതോ ബാക്കി ആരെങ്കിലും വഴി ഉണ്ടായത്? അതായത് എൻ്റെ താത്ത ഡോക്ടറാണ്. പിന്നെ അതുപോലെ എൻ്റെ കുറേ കസിൻസ് ഒക്കെ ഡോക്ടേഴ്സാണ്. അപ്പം ഞങ്ങൾ ഈ ഒരു ഫീൽഡിലേക്കാണ് പൊതുവെ എല്ലാവരും ഡോക്ടർ ഫാമിലിയാണ്. അപ്പോൾ അത് ഓൾറെഡി ഡോക്ടർ ആവണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഭയങ്കരമായിട്ട് ആഗ്രഹം വന്നത് ഇങ്ങനെ ബ്രില്യൻറ്റിലൊക്കെ പോയി കോച്ചിങ് തുടങ്ങിയതിന് ശേഷമാണ് ഇത് മതി, വേറെ ഒന്നും വേണ്ടെന്ന് ഉറപ്പിച്ചത്. മോൾ എന്തുകൊണ്ടാണ് ഈ ബ്രില്യൻറ്റ് ചൂസ് ചെയ്യാനുള്ള ഒരു കാരണം? റിസൾട്ട് തന്നെ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ റിസൾട്ടുള്ള സെൻ്ററല്ലേ ബ്രില്യൻറ്റ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ താത്ത കസിൻസ് ഒക്കെ ഇവിടെ തന്നെയാണ് പഠിച്ചത്. അവർക്കൊക്കെ ഇപ്പോൾ ഗവൺമെൻറ് കോളേജിൽ പഠിക്കുകയാണ്. അതന്നെയല്ലേ ഏറ്റവും വലിയ നമുക്ക് വേണ്ട ഉറപ്പ് എന്ന് പറയുന്നത്. കിട്ടും അവിടെ പഠിച്ചാൽ. അതുപോലെ അവിടുത്തെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തൊരു ഫാക്ടർ എന്താണ് ബ്രില്യൻറ്റിൽ? അവിടുത്തെ ബ്രില്യൻറ്റിൻ്റെ ആപ്പ്, അവിടുത്തെ ഓൺലൈൻ ക്ലാസ്. ഇപ്പം നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ, നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ പോർഷൻ ക്ലാസ്സിൽ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ വേറെ ഫാക്കൽറ്റീസിൻ്റെ ക്ലാസ് ആപ്പിൽ അവൈലബിൾ ആണ്, അത് കാണാം. അതേപോലെ മോഡൽ എക്സാംസ്, പ്രത്യേകിച്ച് ഇത്രയും നല്ല മോഡൽ എക്സാം വേറെ ഒരു സെൻറ്ററിലും ഉണ്ടാവില്ല എന്തായാലും. അത്രയ്ക്ക് സൂപ്പറാണ്. ഞാൻ ലാസ്റ്റ് മോഡൽ എക്സാം എഴുതിയപ്പോൾ എനിക്കൊരു 675 അതിൻ്റെ മുകളിലൊക്കെ മാർക്ക് ഉണ്ടായിരുന്നു. ഇവിടുത്തെ നീറ്റ് എക്സാം എഴുതിയപ്പോൾ ഞാൻ വിചാരിച്ചത് ബ്രില്യൻറ്റിൻ്റെ പേപ്പർ തന്നെ സെയിം അതുപോലെ ഒരു ഡിഫറൻസും ഇല്ലായിരുന്നു. ലാസ്റ്റ് ഇങ്ങനെ ഞാൻ ബ്രില്യൻറ്റിലേക്ക് എക്സാം എഴുതുമ്പോൾ ചിലപ്പോൾ 1-2 നമ്മളൊന്ന് കറക്കി കുത്തൂലേ, അതേപോലെ ഇങ്ങനെ നീറ്റ് എക്സാം ആണ് എനിക്ക് ബോധമില്ല ഞാൻ ബ്രില്യൻറ്റിലല്ല എക്സാം എഴുതിടുന്ന പോലും. അത്രക്ക് സെയിം ആയിരുന്നു രണ്ടും. മോളുടെ മൈൻഡിലുള്ള ഒരു ഡ്രീം ക്യാമ്പസ് ഉണ്ടാവില്ല, അതേതാണ്? എനിക്ക് ജിപ്മർ കിട്ടണം എന്നായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം. ജിപ്മർ, പിന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ്, ഇത് രണ്ടും എൻ്റെ മെയിൻ. അതിൽ ജിപ്മർ ഇപ്പം എനിക്ക് കിട്ടാനുള്ള റാങ്ക് ഉണ്ടാവില്ല. അപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് അവിടെ ആയിരിക്കും കിട്ടും, പ്രതീക്ഷിക്കണം. മോളുടെ ഇപ്പൊ നമുക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി 3 സബ്ജക്ട്സ് ഉണ്ട്. അപ്പൊ അതില് ഏറ്റവും ഫേവറേറ്റ് സബ്ജക്ട് ഏതായിരുന്നു? ബയോ ആണ് പഠിക്കാൻ സുഖം. പക്ഷെ എനിക്ക് ഫിസിക്സ് ആണ് നമുക്ക് ചെയ്ത് കുറെ, അതായത് ടൈം ബോറടിക്കൂല ഫിസിക്സ് പഠിക്കുമ്പോൾ.
കെമിസ്ട്രി ആയിരുന്നു എനിക്ക് ഏറ്റവും പാട്. കാരണം ഓർഗാനിക് എനിക്ക് ഭയങ്കര പാടായിരുന്നു, പ്രത്യേകിച്ച് ബ്രിഡലിൽ വരുന്നതിൻ്റെ മുമ്പ്. പിന്നെ ഇവിടെ വന്ന് ഞാൻ നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. കുറേ തവണ ഞാൻ ഓർഗാനിക് റിവൈസ് ചെയ്തിട്ടുണ്ട്, എന്നിട്ടാണ് ഓർഗാനിക് ശരിയായത്. പക്ഷെ ലാസ്റ്റ് ആയപ്പോൾ എനിക്ക് ഓർഗാനിക് ഭയങ്കര ഇഷ്ടമായി തുടങ്ങി. പിന്നെ നമുക്കൊരു ഇത് പഠിക്കുമ്പോൾ നമുക്കൊരു പ്രോപ്പർ ആയിട്ടൊരു സ്റ്റഡി പ്ലാനും അല്ലെങ്കിൽ ടൈം ടേബിളും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പം അതിനെക്കുറിച്ചൊന്ന് ഷെയർ ചെയ്യാമോ? സ്റ്റഡി പ്ലാൻ ഞാനിപ്പോൾ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് ഒരു 6 മണിക്കൂർ ഏകദേശം പഠിക്കും. ഉറക്കം എന്ന് പറയുമ്പോൾ 6-7, ചിലപ്പോൾ ഉറക്കം കൂടിപ്പോവും. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, അയ്യോ ഞാൻ കുറേ നേരം ഉറങ്ങിയല്ലോ എന്ന്. പിന്നെ വലിയ കുഴപ്പമില്ലാണ്ടായി. നമുക്ക് ചിലപ്പോൾ ബോഡിക്ക് റെസ്റ്റ് വേണമല്ലോ, നമ്മൾ അത്രയും സ്ട്രെസ് ആയിട്ട് പഠിക്കുമ്പോൾ. അപ്പോൾ ശനി ഞായറും എന്താ വെച്ചാൽ ഇപ്പോൾ നമുക്ക് 3 ചാപ്റ്ററാണ് തിങ്കളാഴ്ച എക്സാം എന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഷോർട്ട് നോട്ട്സ് ശനി ഞായറും ഉണ്ടാക്കും. അപ്പോൾ അത് റിവൈസ് ചെയ്യണതിന് ഈക്വൽ ആയിരിക്കും. ഫിസിക്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇക്വേഷൻ ബുക്ക് എന്തായാലും വേണം. കെമിസ്ട്രിക്കും ഓർഗാനിക്കിന് എനിക്ക് ഇക്വേഷൻ ബുക്ക് അങ്ങനെ ഉണ്ടാക്കാൻ കഴിയാറില്ല, കാരണം ഞാൻ NCERT മൊത്തം പഠിക്കുക ചെയ്യാറ്. പിന്നെ ബയോക്ക് എനിക്ക് ലാസ്റ്റ് തോന്നിയിരുന്നു ഞാൻ ഇങ്ങനെ സയൻറ്റിസ്റ്റിൻ്റെയും അങ്ങനെ ഇയേഴ്സൊക്കെ ഒരു ബുക്കിലാക്കി വെച്ചാൽ മതിയായിരുന്നു എന്ന്. പക്ഷെ എനിക്ക് അത് ഞാൻ ചെയ്തില്ല. അത് ഇനിയുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെ ഇതൊക്കെ തന്നെ കറക്റ്റായിട്ട് പഠിച്ചു പോവുക. അവിടുത്തെ ലേണിംഗ് ആപ്പിലെ ക്വസ്റ്റ്യൻസ്, അതിൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, level 1 level 2 അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ചെയ്യാം. level 1 2 ഒക്കെ ഭയങ്കര സിമ്പിളാണ്. അപ്പം അതിലേറെ നല്ലൊരു 3 ഒക്കെ ചെയ്യുക, അത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ചു പോവുക. അതായത് ഇന്ന് ഇപ്പോൾ നിങ്ങളൊരു 5-6 മണിക്കൂർ പഠിക്കുകയാണെങ്കിൽ അത് അതുപോലെ പഠിച്ച് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക, ബ്രേക്ക് എടുക്കാണ്ടിരിക്കുക. ബ്രേക്ക് എടുത്താൽ പിന്നെ നമുക്ക് മടിയാവും, അത് ആ ഒരു ട്രാക്ക് കയറാൻ ഭയങ്കര പാടാണ്. കൺസിസ്റ്റൻസിയാണ് മെയിൻ ആയിട്ട്. ഇനിയിപ്പം 2025 എക്സാം എഴുതുന്ന കുട്ടികളുണ്ടാവില്ല, അപ്പൊ അവരോട് മൂക്ക് എന്താണ് പറയാനുള്ളത്? ഒരു സെൽഫ് കോൺഫിഡൻസ് വേണം എപ്പോഴും പഠിക്കുമ്പോൾ. ഇപ്പൊ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ആണെങ്കിൽ ഞാൻ റിപ്പീറ്റ് ചെയ്യും അങ്ങനെയൊന്നും ആലോചിക്കരുത്. എപ്പോഴും ലാസ്റ്റ് നിമിഷം വരെ എനിക്ക് കിട്ടുന്നുള്ള കോൺഫിഡൻസ് തന്നെ പോകണം. പിന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുക. ബ്രില്യനിലെ എല്ലാ എക്സാംസും എന്തായാലും അറ്റൻഡ് ചെയ്യുക. ഞാൻ ഒരു എക്സാം പോലും ലീവ് ചെയ്തിട്ടില്ല. ഞാൻ അസുഖമായിട്ട് പോലും എനിക്ക് ലീവാക്കി അതിൻ്റെ ഒരു ആവശ്യം വന്നിട്ടില്ല. ദൈവത്തിനോട് പ്രാർത്ഥിക്കുക. നമുക്ക് ഇത് ഒരു ലക്കും ഇതൊരു ഭയങ്കര ഫാക്ടറാണ്. കാരണം 3 മണിക്കൂർ നമ്മൾ ആ 3 മണിക്കൂറാണ് ഒക്കെ തീരുമാനിക്കുക. എന്താണ് ഇനി നമ്മുടെ ഫ്യൂച്ചർ തീരുമാനിക്കണം ആ 3 മണിക്കൂറാണ്. അപ്പോൾ ഏറ്റവും നമ്മൾ ടെൻഷൻ ഇല്ലാണ്ട് എക്സാം എഴുതിയാൽ നമുക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി ഇപ്പം നിങ്ങൾക്ക് മാർക്ക് ചിലപ്പോൾ കുറഞ്ഞായിരിക്കും നിൽക്കണത്, ഈ ഒരു തുടക്കമല്ലേ ആയിട്ടുള്ളൂ. ലാസ്റ്റ് മോഡലാകുമ്പോൾ നിങ്ങളുടെ മാർക്ക് എന്തായാലും കൂടും. 100 മാർക്ക് അങ്ങനെ അത്രയും റേഞ്ചിൽ കയറുന്ന കുട്ടികൾ വരെ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ഡീമോട്ടിവേറ്റ് ആവാണ്ട് ഫുൾ കോൺഫിഡൻസിൽ എന്തായാലും പഠിക്കുക. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.